ഹലോ. സൂര്യാസ്തമയം അതാണ് നമ്മുടെ കണ്ടൻറ്റ്. ഇന്നലെ സൂര്യാസ്തമയം കാണാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ വീടിൻ്റെ മുകളിൽ കയറി സൂര്യാസ്തമയം ഷൂട്ട് ചെയ്യുക, നല്ല ഭംഗിക്ക് എടുക്കുക എന്നായിരുന്നു ഉദ്ദേശം, ടെറസിൻ്റെ മുകളിൽ. അപ്പോൾ അങ്ങനെ ഞാൻ ടെറസിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞപ്പോൾ സമയമായിട്ടില്ല. സമയം നോക്കി ഇപ്പോൾ 7:35 അങ്ങനെ സംതിങ് ആണ് സൂര്യാസ്തമയം. ഒന്നും നോക്കിയില്ല, നേരെ വെച്ച് പിടിച്ചു. ഒരിടത്ത് ഒരു മലയിൽ സൂര്യാസ്തമിക്കുന്ന സംഭവമുണ്ട്. പല സ്ഥലങ്ങളിലും സൂര്യാസ്തമിക്കുമല്ലോ. കടലിൽ സൂര്യാസ്തമിക്കും, തോട്ടിൽ സൂര്യാസ്തമിക്കും. ഇത് മലയുടെ മുകളിലാണ് സൂര്യാസ്തമിക്കുന്നത്. അത് കാണുന്നതിന് പ്രത്യേകതയുണ്ട്. ഒരു കോട്ടയിൽ പോയി നിന്നാണ് കാണുന്നത്. തൊട്ടടുത്തൊരു കോട്ടയുണ്ട്, ഒരു പള്ളിയാണ്. ഇപ്പോൾ ഒരു പള്ളിയാണ്, പണ്ടൊരു കോട്ടയായിരുന്നു. പണ്ടെന്തോ ഒരു റോമൻസിൻ്റെ എന്തോ ഒരു കൺസെപ്റ്റായിരുന്നു അതിനകത്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1551 പണിതാണെന്നോ അല്ലെങ്കിൽ എന്തോ ചെയ്തതാണെന്നോ അതിനകത്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ പോണതൊക്കെ കോട്ടയുടെ ചുറ്റുമതിലാണ്. ചുറ്റുമതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറത്ത് ഔട്ടർ സൈഡിൽ ഏറ്റവും മുകളിൽ സൈഡിൽ കൂടി ഇങ്ങനെ വഴിയുണ്ട്. നമ്മുടെ ചൈനാവൻ മതിൽ പോലെ അതിൻ്റെ ഉള്ളിൽ കൂടി നമുക്ക് നടക്കാം. ഈ കാണാൻ നടക്കുന്നത് നിങ്ങൾക്ക് നടന്ന് കൺഫ്യൂഷൻ ഇപ്പോഴേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ വന്ന വഴി മനസ്സിലാവില്ല, പിന്നെ തിരിച്ചു വരേണ്ടി വരും. അങ്ങനെ നടന്ന് പോയി കഴിഞ്ഞാൽ ഏറ്റവും ഹൈറ്റുള്ള പൊസിഷൻ ചെന്നിട്ടുണ്ടെങ്കിൽ നല്ല കിടുക്കം വ്യൂ ഉണ്ട്. ആ വ്യൂ അന്വേഷിച്ചാണ് പോകുന്നത്. ഞാൻ പണ്ട് പോയിട്ടുണ്ട്, പിന്നെ അത് അപ്പം പോയപ്പോൾ ചുമ്മാ പോയിട്ട് ഇങ്ങനെ പോന്നു. ഇപ്പോൾ ഒന്നും കൂടി ഞാൻ സൺസെറ്റ് എടുക്കാൻ വേണ്ടി പോകണം. അതാണ് ഇന്നത്തെ ഉദ്ദേശം. സൺസെറ്റ് എടുക്കാൻ വേണ്ടി പോകാൻ വേണ്ടി ഇങ്ങനെ ചുമ്മാ ഒരു വീട്ടിലിരുന്നപ്പോൾ ഒരു ഐഡിയ വന്നതാണ്, അല്ലാണ്ട് പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ല. ഇതുണ്ടാ ഈ സാധനങ്ങളൊക്കെ പണിതേക്കണം. നോക്കി മുഴുവൻ ഇങ്ങനെ കല്ലിൽ ചുമ്മാ സൈഡ് വെച്ച് ഇങ്ങനെ പണിത് വെച്ചാൽ എന്താ താഴെയൊക്കെ നല്ല, പക്ഷേ ആ നടക്കണ പോർഷനൊക്കെ നല്ല നടക്കല്ല കേട്ടോ, ഓടുക, സ്ലിപ്പറി കേട്ടോ. അത് നല്ല ഫിനിഷിങ്ങാണ്. നല്ല പോലെ മറ്റേ റഫ് സ്റ്റോണല്ല, അത് നല്ല സ്മൂത്തായിട്ട് കിടക്കുക. അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഹോൾ പോലത്തെ സ്പേസ് ഉണ്ട്, ഓപ്പൺ സ്പേസ് ഉണ്ട്. ഇതിങ്ങനെ മണ്ണും ഇതൊക്കെ വളർത്തി, എന്താ പറയുക, ഇവിടുത്തെ പാടത്ത് വളരണ പോലെ തന്നെ നിറയെ ചെടികളൊക്കെ വളർത്തിയിട്ടുണ്ട്. പോണ്ടുകളുണ്ട്. അതെന്താ ഉദ്ദേശം എന്നറിയില്ല. ഇതൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട്. ഇതാണ് നമ്മൾ ഉദ്ദേശിച്ച സൺസെറ്റ്. ഇങ്ങനെയുണ്ട് വ്യൂ. ഇതാണ് ഞാൻ മനസ്സിൽ കണ്ടത്. പക്ഷേ ഇനിയും കുറച്ചുകൂടി ഗ്യാപ്പ് ഉണ്ട് സെറ്റാവാൻ. ചെറിയൊരു പോർഷൻ കൂടി ഇനി വെയിറ്റ് ചെയ്ത് നിൽക്കണം. മിക്കവാറൊരു അരമണിക്കൂറിനുള്ളിൽ അത് സംഭവിക്കും. അരമണിക്കൂറൊന്നും പോകില്ല, 10-15 മിനിറ്റിനുള്ളിൽ സംഭവിക്കും. ഈ കാണുന്നതൊക്കെ പാടമാണ്. പാടം എന്നല്ല പറയുക, കൃഷിസ്ഥലങ്ങൾ എന്ന് വേണം പറയാൻ. പലതരം കൃഷികൾ നടത്തുന്ന സ്ഥലമാണ്. അതിൻ്റെ അവിടെ ഇവിടെയൊക്കെ കാണുന്ന ഓരോരോ സിറ്റികൾ, ഓരോ റൗണ്ട് കാണുന്ന ഓരോ കൃഷിസ്ഥലങ്ങളുടെ ഇടയിൽ കാണുന്നത് ഓരോരോ സിറ്റികളാണ്. ഓരോ സിറ്റികളിലും ഓരോരോ പേരുകളുണ്ട്, നമുക്കറിയില്ല. പലതും പറഞ്ഞാൽ തിരിയത്തുമില്ല. നിങ്ങളത് ഇത് കാണുക, ഇതൊന്ന് എൻജോയ് ചെയ്യുക ആദ്യം കുറച്ച് നേരം. ഈ സൂര്യാസ്തമയത്തിൻ്റെ ഭംഗി എന്നിട്ട് പറയാം. സംഭവം ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പം ബേഷേറ്റിൻ്റെ ഒപ്പം നിന്ന് കഥയൊക്കെ പറഞ്ഞെടുത്തതാണ്. അപ്പോൾ ഒരു കുഴപ്പം പറ്റി. അപാര കാറ്റെന്ന് വെച്ചാൽ അപാര കാറ്റ്. കാറ്റത്ത് ആന പറന്നു എന്ന് കേട്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. അല്ല, ആനല്ല, നമ്മുടെ നിന്ന് ശരിക്കും കാറ്റടിച്ച് നിലത്ത് ചാടിപ്പോവും, അത്ര കാറ്റാണ്. അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്. ഇന്ന് മുകളിൽ നിന്ന് താഴത്തോട്ട് പോകുമ്പോൾ കാണാണ്ട ബസ്സും കാറൊക്കെ എലിക്കുഞ്ഞിൻ്റെ അത്ര വലിപ്പമുള്ളൂ. ഇവിടെ ഏകദേശം ഈ ബിൽഡിങ് ഈ ഐലൻഡിലെ എല്ലാ ഭാഗത്തുനിന്ന് കാണുന്നതാണ്. അവിടെ വെച്ചിട്ട് ഞാൻ എന്താ പറയുക, മറ്റേ ഒരു സിനിമയിൽ മമ്മൂട്ടി നോക്കണമല്ലേ നോക്കിയതാണ്. മതിലിൻ്റെ ഉള്ളിൽ കൂടി നോക്കുമ്പോൾ കാഴ്ച വേണ്ടി. എന്തിനാണ് അവിടെ കുറേ ഓട്ടയിട്ട് വെച്ചിട്ടുണ്ട് മതിൽ. ഇന്ത്യയിലൊക്കെ സയൻറ്റിഫിക് റീസൺ ഉണ്ടാവുമായിരിക്കും, അറിയില്ല. ഇങ്ങനെ ഇരുന്ന് ആ സൺസെറ്റ് കാണുമ്പോഴൊരു ഫീലില്ലേ, അതൊരു ഫീലാണ്. എന്താ രസം. നമ്മൾ അങ്ങോട്ട് ലയിച്ച് ഇല്ലാതായിപ്പോവും. ഭയങ്കര ഒരു ഫീലാണ് അവിടെ ഇരുന്ന് ഇങ്ങനെ കാണുക എന്നുള്ളത്. ഞാൻ സൺസെറ്റ് മാത്രമായിട്ട്
ഒരു വീഡിയോ ഏറാണ്ട് എടുത്തിട്ടുണ്ട്, ഒരു 5 മിനിറ്റ് അങ്ങനെ സൺസെറ്റ്. അത് ഞാൻ സെപ്പറേറ്റ് അപ്ലോഡ് ചെയ്യാം. ഞാനിങ്ങനെ താഴ്ത്തുനിന്ന് മുകളിൽ നിന്ന് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നൊക്കെ സൺസെറ്റ് എടുത്ത് കണ്ടാ എന്താ ഒരു ബ്യൂട്ടി. ഓ, അവിടെ നിന്ന് മാത്രമല്ല, അതിപ്പോൾ ഒരു സൈഡ് മുഴുവൻ അങ്ങനെ സൺസെറ്റും ലാൻഡും മാത്രമാണെന്നുണ്ടെങ്കിൽ, ആ കൃഷി സ്ഥലവും മാത്രമാണെങ്കിൽ, ഇതിൻ്റെ അപ്പുറം വശത്ത്, അതായത് ഈ കോട്ടമതിലാണല്ലോ, കോട്ടമതിലിൻ്റെ എല്ലാ സൈഡിലും ഈ മതിലിങ്ങനെ പോകുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിലോട്ട് ഞാൻ കയറിയിട്ടില്ല, ബിൽഡിങ്ങിൻ്റെ ഉള്ളിലോട്ട് ഞാൻ കയറിയിട്ടേ ഇല്ല. ഇതിൻ്റെ ഉള്ളിൽ ഇത് മുഴുവൻ ഔട്ടർ സ്പേസിലാണ്. അതിൻ്റെ മറുവശത്തോട്ട് പോയി കഴിഞ്ഞാൽ ഈ മതിലിൻ്റെ എഡ്ജ് കാണാൻ പറ്റും. ഒരു സൈഡിൽ ചെന്ന് നിൽക്കും, അവിടെ നിന്നുള്ള വ്യൂ കാണിച്ചു തരാം. സൂക്ഷിച്ച് നടക്കണം. നടന്നിട്ട് തെന്നിയടിച്ച് പോയി കഴിഞ്ഞാൽ, ഇപ്പം നിലത്തോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അന്വേഷിച്ച് പിടിച്ച് വരുമ്പോഴേക്കും ചിലപ്പോൾ 2 ദിവസം ഉണ്ടാവും. നമ്മളൊക്കെ കാണാണ്ടായാലും പ്രത്യേകിച്ച് ആരും അന്വേഷിച്ച് വരാനില്ലല്ലോ ഇവിടെ. കണ്ടോ ഈ നോക്കി മുകളിൽ, ഇതിൻ്റെ മുകളിൽ നിറയെ ചെടികളും കാര്യങ്ങളോ, മണ്ണും ചെടികളും ഇതൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു കൊണ്ടുവന്നിട്ടായിരിക്കും ചെടിയൊക്കെ വളർത്തി സെറ്റാക്കി വെച്ചതായിരിക്കും. എന്താണ് അതിൻ്റെ പർപ്പസ് എന്നോ എന്താണെന്നൊക്കെ അറിയില്ലല്ലോ. അന്നത്തെ ആൾക്കാർ കുളം പോലെയൊക്കെ അതിൻ്റെ ഉള്ളിൽ പൂള് പോലെയൊക്കെ ഉണ്ട്. ചിലപ്പോൾ അന്ന് കുളിക്കാൻ വേണ്ടി എൻ്റെ മുകളിൽ വെള്ളമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യലായിട്ടൊരു പോണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. കണ്ട വ്യൂ എങ്ങനെയുണ്ട്, എടുക്കണല്ലേ. താഴേക്കടി കാറും ഇതൊക്കെ പോകണേ കാണിച്ചു തരാം. ഇതാണ് ഇവിടുത്തെ മണി. ഞാനിവിടെ വന്നത് ഏകദേശം 7 അപ്പം തൊട്ട് 7:30 2 മിനിറ്റ് മുമ്പ് എത്തി, 5 മിനിറ്റ് മുമ്പ് അങ്ങോട്ട് എത്തി തോന്നുന്നു. അപ്പം തൊട്ടിരുന്ന് അടിക്കാൻ തുടങ്ങിയതാണ് പള്ളിമണി. എൻ്റെ അമ്മയെ നിർത്തിയിട്ടില്ല. അത് ഞാൻ വേണമെങ്കിൽ കേൾപ്പിച്ച് തരാം. അതാ കാണുന്നതാണ് ബീരങ്കികൾ. ഇപ്പം കണ്ടില്ലേ, അത് ഇവിടുത്തെ പഴയ ബീരങ്കികൾ. കോട്ടമതിൽ എന്ന് പറഞ്ഞ വെറുതെ അല്ല, കണ്ട അടിയാണ്. ഈയിടെ മണിയടിയെന്ന് തോന്നുന്നു. അതല്ലാണ്ട് ഈ 1 മണിക്കൂറിൻ്റെ ബെല്ലില്ലേ, അതൊരു പാട്ടാണ്. അത് ഞാൻ അടുത്ത ദിവസം കേൾപ്പിച്ചു തരാം. അത് നമ്മുടെ നാട്ടിലെ ഞാൻ കേൾക്കാറുള്ളൊരു പാട്ടിൻ്റെ, ഒരു ഡിവോഷണൽ സോങ്ങിൻ്റെ ടൂണിലാണ് അവർ അതടിക്കുന്നത്. അത് 4-5 മണി 12 മണി കണ്ടുണ്ട്. അത് ഇങ്ങനെ അത് വെച്ചിട്ടാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കണത്. അത് നല്ല രസമാണ്, അതടിക്കണ കാണാൻ നല്ല രസമാണ്. അത് അടുത്ത ദിവസം കാണിച്ചു തരാം. ബസ് ചെയ്ത് കണ്ടായിരുന്നോ നിങ്ങൾ? അത്രയുണ്ട് ഇവിടെ നോക്കിയുള്ളതായിട്ട്. പരിപാടിയൊക്കെ കഴിഞ്ഞു, ഞാൻ തിരിച്ചു പോകാനാണ്. ഇതിങ്ങനെ സ്ലാൻഡിങ്ങിൽ കിടക്കുക, സൂക്ഷിച്ചിറങ്ങിയില്ലെങ്കിൽ ഷൂ എന്ന് പറഞ്ഞാൽ അറ്റത്തെത്തും. ഈ മതിലിൻ്റെ മുകളിൽ കൂടി ഓടി നടന്ന് ഇങ്ങനെ പതുക്കെ നടക്കണം എന്നുണ്ട്. സ്പീഡിലിങ്ങനെ പോകുമ്പോഴേ എനിക്കൊരു ഫ്ലോ ഉള്ളൂ. നിങ്ങളെല്ലാം വൃത്തിയായിട്ട് കാണുന്നുണ്ടല്ലോ അല്ലേ? നമ്മളങ്ങനെ പ്രൊഫഷണൽ ആളില്ലാത്തതുകൊണ്ട് ഇതിങ്ങനെ വഴി പോയാലും താഴെത്തും, ഇതങ്ങനെ വഴി പോയാലും താഴെത്തും. ഇങ്ങനെ വഴി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കിടന്ന് ചുറ്റി കഴിഞ്ഞ് ആ പറമ്പിക്കടയ്ക്ക് ഇറങ്ങി ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ കയറിയണം പുറത്തു പോകാൻ. അപ്പോൾ ഇത് വൈകി ശരിക്കും 8 മണി വരെ ഉള്ളൂ. ഏകദേശം 8 മണി എടുക്കാറായി. രാത്രി 8 മണി എടുക്കാറായിട്ടാണ്, എന്നാലും ഇവിടെ പകൽ തന്നെ. അതുകൊണ്ട് ഞാൻ തിരിച്ച് വന്ന വഴി തന്നെ ഇറങ്ങി പോവുക. അതായിരിക്കും കുറച്ചുകൂടെ സേഫ്. ഞാൻ അകത്ത് ചെല്ലുമ്പോൾ അവരെങ്ങാനും കുട്ടി എന്ന് പറഞ്ഞാൽ പിന്നെ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. ഞാൻ അവരോട് സംസാരിച്ച് ഞാനൊരു വഴിപോക്കനാണ്, ഇതുവഴി വന്നപ്പോൾ വഴി മാറിപ്പോയതാണ് എന്നൊക്കെ പറയണം. എൻ്റെ നാശില എല്ലാം വന്ന വഴി തന്നെ തിരിച്ചു വന്നതാണ്. ഇതിൻ്റെ ഉള്ളിൽ കുഞ്ഞു കടകളൊക്കെ ഉണ്ട്. ഈ കടയിലൊക്കെ മറ്റേ എന്താ പറയുക, ഒരു രാജ്യത്ത് ചെല്ലുമ്പോൾ അവരുടെ രാജ്യത്തിൻ്റെ ഇതായിട്ടുള്ളൊരു ചെറിയൊരു സാധനം കൊടുക്കുന്ന പരിപാടി ഞാൻ കണ്ടിട്ടുണ്ട്. വലിയ വലിയ ആൾക്കാരൊക്കെ പറഞ്ഞ പരിപാടി കണ്ടിട്ടുണ്ട്. അതുപോലെ ഇവിടെ കുറേ എൻ്റെ കണ്ടാൽ മതി വന്നത്. അതൊക്കെ അതിനകത്ത് കളറും അതിനകത്ത് പാറ്റേൺ സാധനങ്ങളൊക്കെ മാൾട്ടയുടെയാണ്. അപ്പം അത് മാൾട്ടയിലെ സ്പെഷ്യലാണ്. ഇത് പാർക്കെങ്കിലും മാൾട്ടയിൽ നിന്ന് വന്നിട്ട് ഗിഫ്റ്റായിട്ട് കൊടുക്കണമെങ്കിൽ ആ സാധനം എടുത്ത് കൊടുത്താൽ മതി. ഇതാണ് എൻ്റെ ഫ്രണ്ട് വശം. കണ്ട ചറപറ സ്റ്റെപ്പ് ഉണ്ട്. ഞാൻ എൻ്റെ ഫ്രണ്ട് വ്യൂ കാണിച്ചു തരാം. കിണ്ണം കാച്ചി വ്യൂവാ. കണ്ട ഓ, ഇത് വീഡിയോയിൽ എന്തൊരു ലുക്ക് ഉണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ നേരിട്ട് കാണുമ്പോൾ അടാറ് ലുക്കാണ്. പിന്നെ ഈ ഈവനിങ് ടൈം, ആ ലൈറ്റ്, ഇത് അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ ഞാൻ പറഞ്ഞ ഇതപ്പുറത്തെ വഴി എന്ന് പറഞ്ഞില്ലേ, ആ വഴി ഈ ലൈറ്റിനുള്ളിൽ കിട്ടി വന്നത് കാണാൻ നല്ല രസമാട്ടാ. ഇതാണ്
പുറത്തോട്ടുള്ള കവാടം. ഇവിടെ ഇങ്ങനെ മറ്റേ സെൻസറും ടിക്കറ്റ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഉള്ളിൽ കയറാൻ വേണ്ടിയാണ്. വെടിക്കെട്ട് തുടങ്ങിയെന്ന് കേട്ടോ. ഇവിടെ വെടിക്കെട്ടിൻ്റെ പരിപാടി കുറച്ച് കൂടുതലാണ്. എപ്പോഴെപ്പോഴും വെടിക്കെട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും, നമ്മുടെ കതിന പോലെ. അങ്ങനെ സൂര്യൻ അസ്തമിച്ചു ഗൈസ്.